ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി അത് വെറും ഒരു ഫീലിംഗ് മാത്രമല്ല, നമ്മുടെ ഫ്രീക്വൻസിയെ ഉയർത്താൻ സാധിക്കുന്ന ഒരു ഇമോഷനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡോക്ടർ ഡേവിഡ് ആർ ഹോക്കിൻസിൻ്റെ ഒരു ഫ്രീക്വൻസി ചാർട്ട് ഉണ്ട്. നമ്മുടെ ഇമോഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫിയർ അഥവാ പേടി, അല്ലെങ്കിൽ ഗിൽട്ട്, കുറ്റബോധം ഒക്കെ ഉണ്ടല്ലോ. അത്തരം ഇമോഷൻസിന് 20 ഹെർട്സ് ഫ്രീക്വൻസിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ നെഗറ്റീവ് ഫീലിങ്സിൽ നിന്ന് പോയി പോസിറ്റീവ് ഇമോഷൻസിലേക്ക് എത്തുമ്പോൾ അത് ഹയർ ഫ്രീക്വൻസി ലെവലായിട്ട് മാറും. അതിൽ തന്നെ ഏകദേശം ഒരു ടോപ്പിൽ വരുന്ന ഫ്രീക്വൻസിയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ 540 ഹെർട്സ് അഥവാ 540 ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസി. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീക്വൻസി ലെവല് ഉയർത്താൻ സാധിക്കും. അതോടൊപ്പം മറ്റുള്ളവർക്ക് നന്ദി പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളെ വളർത്താൻ കൂടെ അത് സഹായിക്കും. അപ്പോൾ പോസിറ്റീവ് തിങ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഹൈ ഫ്രീക്വൻസി ലെവൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ അഭിമാനം, സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ തൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ തൻ്റെ തന്നെ ഒരു വോയിസിൽ, തൻ്റെ തന്നെ ശബ്ദത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു താങ്ക്സ് നോട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ തൻ്റെ സിനിമകളുടെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് ഉറക്കം കളഞ്ഞ് പോയ ഫാൻസ് മെമ്പേഴ്സിന് തുടങ്ങി തൻ്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വരെ അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റിൽ ഞാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു. ഹൃദയം കൊണ്ടേ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളത്. അതായത് ലാലേട്ടൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയാം, ഇമോഷൻസിനെ നമുക്ക് ബ്രെയിനേക്കാൾ ഉപരി ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ലാലേട്ടൻ ഇത്രമാത്രം പോസിറ്റിവിറ്റി ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് ദാദി സാഹിബ് ഫാൽക്കെ അവാർഡ് വരെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹം യോഗ്യനായത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് തിങ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായി കാണും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മൾ